ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ മാറിയേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപിക്ക് ലഭിച്ചേക്കും. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായേക്കും. നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നീക്കം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് തന്നെയാണോ നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? എങ്ങനെയാണ് അനുജ, ബീഹാറിൽ ഒരു ഭരണമാറ്റത്തിന് സാധ്യത തെളിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിതീഷ് കുമാറിന് ഏറെക്കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് പകരം മകൻ നിശാന്ത് കുമാർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഇത്തവണ ബിജെപിക്കും ഒപ്പം തന്നെ JDU-വിനും അനിവാര്യമായതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സുഖകരമായ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിയാൻ ഒരു അവസരം ഒരുക്കാൻ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത്. നാളെയാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതുവരെ ഈ നിലവിലിപ്പോൾ 5 സീറ്റുകളിലാണ് ബീഹാറിൽ ഒഴിവുള്ളത്. അതിൽ 4 എണ്ണം NDAക്ക് ജയിക്കാനാകും. BJP-യുടെ 2 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. JDU-വിന്റെ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ നിതീഷ് കുമാറിന്റെ പേരും ഉൾപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഒരു ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റത്തിനു കൂടിയാണ് വഴിവെക്കുക. നിതീഷ് കുമാർ ഒഴിയുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം BJP-ക്ക് നൽകും എന്നാണ് അത്തരത്തിലൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്നതിലെ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയോ BJP? ആരുടെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ബൽറാം? അനുജ, നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പകരം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകൻ നിശാന്ത് കുമാർ MLC ആയേക്കുമെന്നും അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കും എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മകന് പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനത്തിന് നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകുകയും അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ചർച്ചകൾ വഴിമാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിതീഷ് കുമാർ തന്നെയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇക്കാര്യത്തിൽ നിതീഷ് കുമാർ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അടുത്ത വർഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിതീഷ് കുമാർ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നുമുള്ള ചില റിപ്പോർട്ടുകൾ ബീഹാറിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത തെളിയുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരുന്നു അണിയറയിൽ എന്നാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.